ബാലൻസിംഗ് എന്ന ക്രിയാപദത്തിന്റെ മലയാള അർത്ഥം സന്തുലിതമാക്കൽ എന്നാണ്. ബാലൻസിംഗ് എന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാൻ കഴിവുള്ള കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അപാരമായ ബാലൻസിംഗ് വൈഭവമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്. ഞങ്ങളെപ്പോലെ നിങ്ങൾ എന്താ മോശക്കാരാണോ എന്ന നിലയിലൊക്കെയാണ് ഇവരുടെ ഈ ബാലൻസിംഗ് കലാപരിപാടികൾ. സംഭവം വിശദീകരിക്കാം. എന്തായാലും ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈയിടെ തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 2ാം ദിനമാണ് സംഭവം. മതനിരപേക്ഷ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വിഷയത്തിൽ ചർച്ച നടത്തുകയാണ്. പി ജയരാജൻ, ഹമീദ് ചേന്നമംഗലം, പിന്നെ സാക്ഷാൽ സി ദാവൂദ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹനായിരുന്നു ഈ ഡിബേറ്റിന്റെ മോഡറേറ്റർ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ ഒന്നുപോലും ന്യായീകരിക്കുകയോ വിശദീകരിക്കുകയോ ഒന്നും ചെയ്യാൻ സി ദാവൂദ് മെനക്കെട്ടില്ല. പകരം പതിവ് ബാലൻസിംഗിന്റെ അപാരതയാണ് ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ആക്രമണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആളെ കൊന്നിട്ടില്ല എന്നാണ് ദാവൂദിന്റെ മറുചോദ്യം. മാറ്റത്തെ ഉൾക്കൊള്ളാത്ത ആശയമാണ് മൗദൂദിസം എന്ന വാദം ഉയർന്നപ്പോൾ ദാവൂദ് പറയുന്നത് റഷ്യയിലൊക്കെ മാറ്റം നടപ്പാക്കാൻ എത്ര പേരെ കൊന്നു എന്നാണ്. ദൈവരാജ്യം ഉണ്ടാക്കലല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ പരിപാടി എന്ന ചോദ്യം വന്നപ്പോൾ തൊഴിലാളികൾക്ക് സർവാധിപത്യമല്ലേ നിങ്ങളുടെ പരിപാടി എന്ന് ദാവൂദിന്റെ ബാലൻസിംഗ് മറുചോദ്യം. പ്രവാചകൻ വിധവാ വിവാഹം കഴിച്ച് മാതൃക കാട്ടിയ മാറ്റത്തെ കുറിച്ചൊക്കെ ദാവൂദ് പറഞ്ഞ് ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് നടന്ന കാര്യമല്ലേ? ജാഹിലിയ കാലത്തെ മാതൃകകൾ നമുക്ക് സ്വീകരിക്കാമോ എന്നൊന്നും ചോദിക്കുന്നില്ല. ഇനി അതിന്റെ ചില ബാലൻസിംഗ് ന്യായീകരണം കൂടി കേൾക്കാൻ കരുത്തില്ല എന്നതാണ് സത്യം. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലും ഇങ്ങനെയുള്ള ബാലൻസിംഗ് അപാരത കാണാൻ കഴിയും. ബാലൻസ് ചെയ്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ സാക്ഷാൽ മൗദൂദിയെയും എന്തിന് മതരാഷ്ട്രവാദത്തെയും വരെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ 2 ബാലൻസിംഗ് വീഡിയോകളും യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണേണ്ടതാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് അല്ലെങ്കിൽ അത്തരം ഡിബേറ്റുകളിൽ പങ്കെടുക്കാൻ വളരെ സുഖമാണ്. ഒരു പ്രിപ്പറേഷന്റെയും ആവശ്യമില്ല. ആദ്യം ചെയ്യേണ്ടത് ചോദ്യം ചോദിക്കുന്ന ആളുടെ മതരാഷ്ട്രീയ പശ്ചാത്തലം നോക്കുക എന്നതാണ്. ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, എത്തീസ്റ്റ് ആണോ ഓപ്പോസിറ്റിൽ ഇരിക്കുന്നത് എന്നൊക്കെ നോക്കുക. ജമാഅത്തെ ഇസ്ലാമി കാണിക്കുന്ന അക്രമത്തെക്കുറിച്ച് ഇവരാരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ ആളുകൾ 18ാം നൂറ്റാണ്ടിൽ കൊന്നിട്ടില്ലേ? വംശഹത്യ നടത്തിയ ഹിറ്റ്ലർ നോക്കൂ, അയാളുടെ മതം എന്തായിരുന്നു? 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നടത്തിയത് ക്രിസ്ത്യാനികളല്ലേ? അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു? സ്റ്റാലിൻ ആരെയും ഇതുവരെ കൊന്നിട്ടില്ലേ എന്നൊക്കെ തിരിച്ച് ചോദിക്കുക. റഷ്യയിൽ 1918 റൊമനോവ് ഫാമിലിക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ 1 മണിക്കൂർ ലെക്ചറൊക്കെ ഇവർ അടിച്ചു കളയും. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നുവെന്നോ ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നോ ഒരക്ഷരം പോലും ഇവർ മിണ്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കോറായുള്ള ആശയങ്ങളിലേക്ക് കയറി വിമർശിച്ചാൽ അത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനമാണെന്നും വിമർശിക്കുന്നയാൾ ഇസ്ലാമോഫോബിക് ആണെന്നും സംഘിയാണെന്ന് വരെ ബ്രാൻഡ് ചെയ്ത് കളയും. 1900 തുടക്കത്തിൽ ഫ്രാൻസിലോ അതല്ലെങ്കിൽ റഷ്യയിലെ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലോ നടന്ന സംഭവത്തിന് കണ്ണൂരിലെ ബ്രാഞ്ച് സെക്രട്ടറി മറുപടി പറയണമെന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ലേഖനം വരെ എഴുതി കളയും. 1ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് കോട്ടയത്തെ ഒരു സാധാരണ ക്രിസ്ത്യൻ വിശ്വാസി മറുപടി പറയണമെന്ന് ഭയങ്കരമായി അങ്ങ് പ്രസ്താവിക്കും. ഇതൊക്കെ ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പക്ഷേ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും എന്തിന് കാശ്മീരിൽ നടക്കുന്നതിന് പോലും സമാധാനം പറയില്ല. കാരണം അതൊക്കെ വേറെ സംഘടനകളാണ് പോലും. അതുകൊണ്ട് തന്നെ അവരുടെ ചെയ്തികൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന് ഉത്തരവാദിത്തമില്ല എന്നതാണ് വാദം. 1941 സയ്യിദ് അബുൽ അല മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ് തെക്കൻ ഏഷ്യയുടെ രാഷ്ട്രീയ തലവര മാറ്റിയ ഏറ്റവും അധികം പേരുടെ ജീവൻ എടുത്ത പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് നിസ്സംശയം പറയാം. തെക്കൻ ഏഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതയെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിരതയെ ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുക മാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയായി കൂടിയും മൗദൂദിസം പ്രവർത്തിക്കുന്നു. തെക്കൻ ഏഷ്യയിലെ വിശേഷാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഭരണ അസ്ഥിരത ഉണ്ടാക്കുകയും സാമുദായിക ഹിംസയ്ക്കും തീവ്രവാദത്തിനും ഒപ്പം സർക്കാരുകളെ അട്ടിമറിക്കുന്നതിനും ജനാധിപത്യത്തെ തകർക്കുന്നതിനും ഒക്കെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒറ്റ പേര് മാത്രമാണ്. ശരിയ നിയമത്തിന് അനുസൃതമായ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം.
അതുകൊണ്ട് തന്നെ ജനാധിപത്യമാണ് മൗദൂദിസത്തിന്റെ ഏറ്റവും വലിയ ശത്രു. മൗദൂദിയുടെ ആശയധാര മതേതരത്വത്തെയും പാശ്ചാത്യ ജനാധിപത്യ മൂല്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഒരു ധാർമ്മിക അല്ലെങ്കിൽ ദൈവിക ഭരണകൂടം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഊന്നി പറയുന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടെ ഈ സംഘടന രണ്ടായി വിഭജിച്ചു. ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. പാകിസ്ഥാനിലെ ശാഖ സൈനിക ഭരണകൂടങ്ങളുമായും സാമ്പ്രദായിക രാഷ്ട്രീയ ശക്തികളുമായും പൗരോഹിത്യവുമായും എല്ലാം ചേർന്ന് ശക്തിപ്പെടുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നതിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന നിലയിലേക്ക് പാകിസ്ഥാനെ നയിക്കുന്നതിൽ മുന്നിൽ നിൽക്കുകയും ചെയ്തു. ഈ ഒരു യാത്രയിൽ കൊല്ലപ്പെട്ടവർക്കൊന്നും കണക്കേയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബംഗ്ലാദേശിൽ 1971 സ്വാതന്ത്ര്യ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം നിന്ന് ബംഗാളി ദേശീയതയെ ശക്തമായി എതിർത്തു. രക്തരൂക്ഷിതമായ പങ്കാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സംഭവത്തിലുള്ളത്. സ്വാതന്ത്ര്യവാദികളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ സായുധ വിഭാഗമായ അൽബദറും പ്രവർത്തിച്ചു. സാധാരണക്കാരായ ബംഗാളികളെ കൂട്ടക്കൊല ചെയ്തു. ഇരകളെ അതിക്രൂരമായി കൂട്ടമായും അല്ലാതെയും ബലാത്സംഗം ചെയ്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഏതാണ്ട് 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെ പേരാണ് ഈ സമയത്ത് കൊല്ലപ്പെട്ടത്. ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റവാളി ട്രിബ്യൂണൽ നിരവധി ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ യുദ്ധക്കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നു വരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ഈ ഭരണം പിടിച്ചെടുക്കലിനും ഒപ്പം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾക്കുമെല്ലാം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. ഇപ്പോൾ നടന്ന അക്രമങ്ങളുടെയും അതുപോലെ കൊല്ലപ്പെട്ടവരുടെയും ഒക്കെ എണ്ണം സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങളുമെല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി പാകിസ്ഥാനിലെ കാര്യം നോക്കാം. മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാനും മൗദൂദിയുടെ പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അത് ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കൂടി സംബന്ധിച്ചുള്ളതാണ്. ഷിയ മുസ്ലിങ്ങളുടെ വംശഹത്യ ലക്ഷ്യമിട്ട് നടക്കുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ മൗദൂദിസം തന്നെയാണ്. സിപ്പായ സഹാബ, ലഷ്കർ എ ജംഗവി തുടങ്ങിയ സംഘടനകൾ ഷിയ സമൂഹത്തെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തിയവരിൽ പ്രമുഖരാണ്. ഇവരുടെ എല്ലാം ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് മൗദൂദിസവും ഒപ്പം പൊളിറ്റിക്കൽ സപ്പോർട്ട് ജമാഅത്തെ ഇസ്ലാമിയുമാണ്. ഷിയകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിലും അവരിൽ നിന്നുണ്ടായ പ്രത്യാക്രമണങ്ങളിലും 10,000 പേരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം പോലും ഈ ഒരു കാരണത്താൽ പാകിസ്ഥാനിൽ ഒരാളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടായിരിക്കാം എന്നതാണ് വസ്തുത. അത്രയേറെ ഭീകരമാണ് കാര്യങ്ങൾ. സൈനിക നേതാവ് സിയാഉൽ ഹക്കിന്റെ ഭരണകാലത്ത്, അതായത് 1977 മുതൽ 1988 വരെയുള്ള കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനെ അങ്ങ് ഇസ്ലാമികവൽക്കരിക്കാനുള്ള പരിപാടികൾ നടത്തി. മതേതരത്വം, അസമത്വത്തിനെതിരായുള്ള പോരാട്ടം, സ്ത്രീ സ്വാതന്ത്ര്യ വിഷയം ഒക്കെ ഇവിടെ കേരളത്തിൽ പരസ്യമായി പറയുകയും പുരോഗമന നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ എന്താണ് ചെയ്തത് എന്ന് നോക്കുക. പാകിസ്ഥാനെ ഇസ്ലാമികവൽക്കരിക്കുന്നതിനുള്ള ഭാഗമായി മതനിന്ദാ നിയമങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരായ നയങ്ങൾ, ന്യൂനപക്ഷ വിരുദ്ധമായ നയങ്ങൾ തുടങ്ങിയ പല പരിപാടികൾ നടപ്പിലാക്കി. ബ്ലാസ്ഫമി നിയമങ്ങൾ ഇതര മതസ്ഥരായ ആർക്കെതിരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചുമത്തപ്പെടാം എന്ന അവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. വ്യക്തിവിരോധം, അയൽവാസികൾ തമ്മിലുള്ള ചെറിയ തർക്കം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ ഈ നിയമങ്ങൾ ചുമത്തപ്പെടുകയാണ്. സ്വതന്ത്ര ചിന്തകർ, എത്തീസ്റ്റുകൾ, എക്സ് മുസ്ലിങ്ങൾ, മതവിമർശകർ തുടങ്ങിയവരും ഇതിന് ഇരകളാകുന്നു. മതനിന്ദ കുറ്റം ചുമത്തപ്പെട്ട ആളെ വിചാരണയ്ക്ക് മുമ്പേ ജനക്കൂട്ടം കൊല്ലുന്ന ഒരു രീതിയാണ് പാകിസ്ഥാനിലുള്ളത്. കോടതിയിൽ വെച്ച് പോലും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആശയ അടിത്തറ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ മാത്രം അധിഷ്ഠിതമാണ്. അതൊക്കെ ചേർത്ത് നോക്കിയാൽ കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഇരകളാക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ വലുതാകും. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരെ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദ സംഘടനകളെ നോക്കുക. ലഷ്കർ എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഈ ഗ്രൂപ്പുകളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ്. നമ്മുടെ സൈനികർക്കും അതുപോലെ കാശ്മീരിലടക്കമുള്ള സിവിലിയൻസിനും നേരെ ഇവർ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പാകിസ്ഥാനിലെ സുന്നി മദ്രസകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. പാകിസ്ഥാൻ മദ്രസകളിൽ നിന്ന് പരിശീലനം നേടിയവരാണ് താലിബാന്റെ മതപണ്ഡിതർ എന്നതുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാരയും സംഘടനാടിസ്ഥാനങ്ങളും ലോകമെമ്പാടുമുള്ള വിവിധ തീവ്രവാദ സംഘടനകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായ ഏതൊരു നടപടിയും അസാധ്യമാക്കുന്ന രീതിയിൽ തുടർച്ചയായി പ്രവർത്തിക്കുന്ന
തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ സ്ഥാപകർ മൗദൂദിയുടെ എഴുത്തുകളിൽ നിന്ന് പ്രചോദനം നേടിയവരാണ്. സംഘടനയുടെ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മൗദൂദിസം ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ കാര്യം എടുക്കുക. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രീതികളാണ് ഇവരും പിന്തുടർന്നത്. ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ഹിംസയിൽ പങ്കെടുക്കുകയും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘങ്ങളും മറ്റും ചെയ്തിട്ടുള്ള ആക്രമണങ്ങളുമെല്ലാം ഒരുപാടുണ്ട് ലോകമാസകലം, സൗത്ത് ഏഷ്യയിൽ മാത്രമല്ല. ഇതൊന്നും ചർച്ച ചെയ്യാൻ പോലും സ്പേസ് നൽകാതെ ബാലൻസ് ചെയ്യുക എന്നതാണ് ഒരു ജമാഅത്തെ ഇസ്ലാമി ബുദ്ധിജീവിയാകാൻ വേണ്ട ഏറ്റവും വലിയ കഴിവ്. മൗദൂദി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ ഏതു ഘട്ടത്തിലും എങ്ങനെയും ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരുതരം പൊളിറ്റിക്കൽ സീസോ ആണ് എന്നാണ് എന്റെ വ്യക്തിപരമായ ഉത്തരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.